അരിപ്പൊടി ഉണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടാങ്കിൾസ് ആണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടും ക്രഞ്ചി ആയിട്ടുള്ള ഒരു ടാങ്കിൾസ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും താമസിക്കേണ്ട, കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് കട്ടി പിടിച്ചു പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ചൂട് അല്പം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് അരിപ്പൊടി കൂടി തൂറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. ഇനി കുറച്ച് കയ്യിൽ എണ്ണ കൂടെ തേച്ചിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഇതിനെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പം നല്ല സ്മൂത്തായിട്ടും നല്ല സോഫ്റ്റായിട്ടും നമ്മൾ മാവിനെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെയാണ് ഈ മാവിനെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് അരിപ്പൊടി കൂടി തൂറ്റി കൊടുത്ത് നന്നായിട്ടൊന്ന് തിന്നായിട്ട് പരത്തിയെടുക്കണം. എത്രത്തോളം കട്ടി കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം കട്ടി കുറച്ച് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. ഇതിൻ്റെ നീളത്തിനൊന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സുന്ദരിയാക്കണ്ടേ, അതിനായിട്ട് നമുക്ക് ഓരോരോ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ നടുഭാഗം പൊങ്ങി വരാതിരിക്കാനായിട്ട് ഒരു ഫോർക്ക് കൊണ്ട് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിനെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവാതെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ അത് പെട്ടെന്ന് വലിച്ചെടുക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ്, മുളക് പൊടി, ചീസ് പൗഡർ, മാംഗോ പൗഡർ, ഒറിഗാനോ ഇതുകൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ നാച്ചോസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം. ചീസ് പൗഡർ, മാംഗോ പൗഡറും ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും നമ്മുടെ ടാങ്കിൾസിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.